2020 ലോകകപ്പിനായുള്ള മുന്നൊരുക്കം ഇന്ത്യ സജീവമാക്കുകയാണ്. 2020 ലോകകപ്പിന് മുമ്പ് അഫ്ഗാനിസ്ഥാനെതിരെ 3 മത്സര 2020 പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇതിലെ പ്രകടനം 2020 ലോകകപ്പിലെ ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിച്ചിരിക്കുന്നത് സഞ്ജു സാംസണെയും ജിതേഷ് ശർമ്മയെയുമാണ്. ഇഷാൻ കിഷനെ സെലക്ടർമാർ തഴയുകയും ചെയ്തു. പരിക്കിൻ്റെ പിടിയിലല്ലാത്ത ഇഷാൻ കിഷൻ വിശ്രമം ചോദിച്ചു വാങ്ങുകയായിരുന്നു. എന്നാൽ ഈ തീരുമാനം ഇഷാന്റെ 2020 ലോകകപ്പിലെ സീറ്റ് നഷ്ടപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. മാനസിക ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഷാൻ വിശ്രമം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയെടുത്ത് ഇഷാൻ ചാനലിന് അഭിമുഖം നൽകുകയും സ്വകാര്യ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. 2020 ലോകകപ്പിന്റെ മുന്നൊരുക്കം നടന്നുകൊണ്ടിരിക്കെ ഇഷാൻ തെറ്റായ വിവരങ്ങൾ നൽകി വിശ്രമം ആവശ്യപ്പെട്ടതിൽ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും എതിർപ്പുണ്ടെന്നാണ് വിവരം. 2020 ലോകകപ്പ് ടീമിൽ നിന്ന് ഇഷാൻ കിഷനെ പുറത്താക്കിയേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇഷാന്റെ ചീട്ട് കീറിയാൽ തൽസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലേക്ക് തിരിച്ചെത്തുന്നതോടുകൂടി നിലവിൽ ഇന്ത്യക്ക് മികച്ച ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് മധ്യനിര താരങ്ങളെയാണ്. വിക്കറ്റ് കീപ്പർമാരായി ജിതേഷ് ശർമ്മയെയും സഞ്ജു സാംസണെയും പരിഗണിക്കാനാണ് സാധ്യത. ഇവർ മധ്യനിരയിൽ തിളങ്ങാൻ കെൽപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇഷാന് 8ന്റെ പണി കിട്ടാനാണ് സാധ്യതകൾ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇഷാന്റെ പ്രകടനം മോശമാണെന്ന് പറയാനാവില്ല. എന്നാൽ ടീം മാനേജ്മെന്റിനെ കബളിപ്പിച്ച് ഇടവേളയെടുത്തത് വിവാദമായിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ സഞ്ജുവിനെ പരിഗണിച്ചതോടെ മലയാളി താരത്തിന് മുന്നിൽ സുവർണാവസരമാണുള്ളത്. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിക്കാൻ സാധ്യത ഉയർന്നിരിക്കുകയാണ്. അഫ്ഗാൻ പരമ്പരയിൽ തിളങ്ങുകയും വരാനിരിക്കുന്ന IPLൽ മികവ് കാട്ടുകയും ചെയ്താൽ സഞ്ജുവിനെ ഇന്ത്യ 2020 ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ്. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ. അവസാന സീസണിൽ രാജസ്ഥാനെ പ്ലേ ഓഫിലെത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ രാജസ്ഥാനെ പ്ലേ ഓഫിലെത്തിക്കാൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. ഇഷാന്റെ കാര്യത്തിൽ നിലവിൽ കർക്കശ നിലപാടിലാണ് ടീം മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിലുള്ളത് സുവർണാവസരമാണ്. ഓപ്പണിംഗിലാണ് ഇഷാൻ അവസരം തേടുന്നത്. എന്നാൽ രോഹിത് ശർമ്മ മടങ്ങിയെത്തുന്നതോടുകൂടി ഓപ്പണിംഗ് സ്ഥാനത്ത് താരങ്ങളുടെ കൂട്ടയിടിയാണ്. യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗിൽ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ അവസരം തേടുന്നു. മധ്യനിരയിൽ ഇടം കയ്യനായി ഇഷാനെ പരിഗണിക്കാം എന്നതായിരുന്നു നേരത്തെ പദ്ധതി. എന്നാൽ മധ്യനിരയിൽ സ്പെഷ്യലിസ്റ്റായി റിങ്കു സിംഗ് എത്തിയതോടുകൂടി ഇഷാന്റെ കാര്യത്തിൽ പ്രസക്തി ഇല്ലാതെയായി. ടീം മാനേജ്മെന്റിനെ വഞ്ചിച്ചാണ് ഇഷാൻ ഇടവേളയെടുത്തതെന്ന ആരോപണം ശക്തമാണ്. എന്തായാലും ഈ മണ്ടത്തരം കാട്ടിയതോടെ ഇഷാന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇഷാൻ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് ഇഷാൻ കിഷൻ. അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ നിന്ന് ഇടവേളയെടുത്ത ഇഷാൻ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലൂടെ ടീമിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ സെലക്ടർമാരും മാനേജ്മെന്റും ഇഷാനോട് ഉടക്കിയതോടെ യുവതാരത്തിന്റെ മടങ്ങിവരവ് കഠിനമേറിയതാകും. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.